നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. ഇന്നത്തെ കുട്ടി സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ ആരാണ് നല്ലത്, ആരാണ് കെട്ടവർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അങ്ങനത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കുട്ടി സ്റ്റോറിയിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഇന്നത്തെ കഥയുടെ പേരാണ് പ്രതിസന്ധികളിൽ നിങ്ങൾ ആരാകും. ഒരിക്കൽ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളെക്കുറിച്ച് അച്ഛനോട് പരാതിപ്പെട്ടു. ജീവിതം ഇത്രയും കഠിനമാകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പരാതി. അത് കേട്ട അച്ഛൻ അവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം 3 പാത്രങ്ങളിൽ വെള്ളം ഒരേപോലെ അടുപ്പത്ത് വെപ്പിച്ചു. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ 1ാമത്തെ പാത്രത്തിൽ ഉരുളക്കിഴങ്ങിട്ടു, 2ാമത്തെ പാത്രത്തിൽ കുറച്ച് മുട്ടകളിട്ടു, 3ാമത്തെ പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടിയും ചേർത്തു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം അടുപ്പണച്ചു. എന്നിട്ട് മകളോട് ആ ഉരുളക്കിഴങ്ങും മുട്ടയും കാപ്പിയും പരിശോധിക്കാൻ പറഞ്ഞു. 1ാമത്തെ പാത്രത്തിലെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതിന് മുൻപ് അത് നല്ല ഉറപ്പുള്ളതായിരുന്നു. എന്നാൽ തിളച്ച വെള്ളത്തിൽ കിടന്നപ്പോൾ അത് തളർന്നുപോയി, മൃദുവായി, അതേയുള്ളൂ. 2ാമത്തെ പാത്രത്തിലെ മുട്ടയുടെ അവസ്ഥ പുറമേ നല്ല കടുപ്പമുള്ള തോടായിരുന്നുവെങ്കിലും തിളച്ച വെള്ളത്തിൽ അതിന് ആകെ മൊത്തത്തിൽ അകവും പുറവും കരുത്തുള്ളതാക്കി മാറ്റി. എന്നാൽ 3ാമത്തെ പാത്രത്തിൽ കാപ്പിപ്പൊടി വ്യത്യസ്തമായിരുന്നു. അത് തിളച്ച വെള്ളത്തിൽ കിടന്ന് സ്വയം മാറുന്നതിന് പകരം ആ വെള്ളത്തെ തന്നെ മാറ്റി നല്ല സുഗന്ധമുള്ള കാപ്പിയാക്കി മാറ്റി. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത്? തിളച്ച വെള്ളം വരുമ്പോൾ നിങ്ങൾ ആരാകണം? അതായത് തിളച്ച വെള്ളത്തിന് പകരമായി നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്താം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഉരുളക്കിഴങ്ങിനെ പോലെ തളർന്നു പോകുവാനോ പ്രതിസന്ധികളെ നേരിട്ട് മുട്ടയെപ്പോലെ കൂടുതൽ കരുത്തുള്ളവനാകുവാനോ അതോ കാപ്പിയെപ്പോലെ തനിക്ക് ചുറ്റുമുള്ള മോശം സാഹചര്യത്തെ പോലും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ മാറ്റിയെടുക്കുവാനോ, ഇതിൽ എന്താകണമെന്ന് നിങ്ങളാണ് ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ചിലർ ഉരുളക്കിഴങ്ങാകാറുണ്ട്, ചിലർ മുട്ടയാകാറുണ്ട്, ചിലർ കാപ്പിപ്പൊടിയും ആകാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രശ്നങ്ങളെ വിലയിരുത്തി അതിനെ ശരിക്കും പഠിച്ചതിന് ശേഷം മുമ്പോട്ട് പോകുവാനുള്ള വഴി ആ പ്രശ്നത്തിൽ തന്നെ കാണുമെന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത്. അതായത് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാതെ പ്രശ്നമെന്ന് കേൾക്കുമ്പോഴേ തളർന്നു പോവുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അവർ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ അവർ കാപ്പിപ്പൊടിയാക്കി മാറ്റും. അവരുടെ സാഹചര്യത്തിനൊത്ത് നമ്മളെ വിനിയോഗിക്കും എന്നുള്ളത് സത്യമാണ്. നമ്മളാണ് യഥാർത്ഥത്തിൽ കാപ്പിപ്പൊടിയായി മാറേണ്ടത്. മറ്റുള്ളവർ നമ്മളെ കാപ്പിപ്പൊടിയാക്കാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധാപൂർവം നമ്മുടെ സാഹചര്യത്തെ വിലയിരുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായും വിജയിച്ച് മുമ്പോട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കുതിക്കുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഉരുളക്കിഴങ്ങായി മാറുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്ത് പ്രതിസന്ധികളിലും നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പ്രശ്നത്തെയും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുവാൻ നമ്മൾ ബുദ്ധിപൂർവം ആലോചിച്ചാൽ ഉറപ്പായിട്ടും നമുക്കതിൽ 1008 വഴികൾ നമുക്ക് തുറന്നു വരും. ചിന്തിക്കാതെ എടുത്തു ചാടിയാലോ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്.
അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസിയായിട്ട് ജയിച്ച് മുമ്പിലേക്ക് പോകുവാൻ സാധിക്കും. നമുക്ക് മുന്നിൽ വരുന്ന ചൂടുവെള്ളമാകുന്ന പ്രശ്നത്തെ എന്താണ് നമ്മൾ അതിലേക്ക് ഇടേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിലും ആ പ്രശ്നത്തിലും ആ ചൂടുവെള്ളത്തിൽ നിന്നും പോലും നമുക്ക് സംരക്ഷണവും വിജയവും ലഭിക്കും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മളെ തളർത്താനുള്ളതല്ല, നമ്മളെ കുറച്ചുകൂടെ ഉറപ്പുള്ളതാക്കുവാനാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മറന്നു പോകാതിരിക്കുക. പ്രശ്നങ്ങൾ വരട്ടെ, അത് അതിൻ്റേതായ വഴിക്ക് പോയിക്കൊള്ളും എന്ന് കരുതി മുമ്പോട്ട് പോവുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.